ഹായ്, ഞാനേ കുറച്ച് അവലൊന്ന് വിളയിക്കാൻ പോവാം. അത് നിങ്ങളെ ഒന്ന് കാണിക്കാം. ഞാനൊരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് അവലൊന്ന് ചൂടാക്കിയെടുക്കാം. ചൂടായാൽ മതി കേട്ടോ, ഒരുപാട് നോക്കണ്ട, ഒന്ന് ചൂടായാൽ മതി. ചട്ടി ചൂടാക്കിയിട്ട് അതിനകത്തോട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. അവരൊന്ന് ചൂടാക്കിയെടുത്തിട്ടുണ്ട്. കണ്ട് ഈ പരുവത്തിലേ ആവുള്ളൂ. ഇനി ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ഇനി നമുക്ക് ഇതിന് വേണ്ടി കുറച്ച് തേങ്ങ ഞാൻ തിരുമ്മി വെച്ചിരുന്ന അത് അടപ്പത്തിട്ടിട്ടുണ്ട്. അതൊന്ന് വറുത്തെടുക്കാം. ഒരുപാട് കരിയൊന്നും വേണ്ട, അതിൻ്റെ വെള്ളമയം ഒക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി. എല്ലാം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ പരുവത്തിലാണ്. അതിൻ്റെ വെള്ളമയമൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി. ഈ പരുവത്തിലാകെ കരിഞ്ഞു പോകരുത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇടുന്ന കടല പരിപ്പൊന്ന് വറുത്തെടുക്കാം. ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് പരിപ്പൊന്ന് വറുത്തെടുക്കാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്ക്കകത്ത് വറുത്തെടുത്താൽ കുറച്ച് സ്വാദ് കിട്ടും. നെയ്യൊന്ന് ചൂടാകട്ടെ. നെയ്യ് ചൂടായി ഇനി നമുക്ക് അതിനകത്തോട്ട് അതിട്ട് കൊടുക്കാം. ചെറിയ തീയിലേ ഇടാവുള്ളൂ, അല്ലെങ്കിൽ ഇതങ്ങ് കരിഞ്ഞു പോകും. ഇത് നല്ലപോലെ ഒന്ന് മൊരിയണം, അല്ലെങ്കിൽ പച്ച കടിക്കും അതിനകത്ത് കിടക്കുമ്പോൾ. നേരത്തെ ഞാനിതുപോലെ ചെയ്ത് ഒരുപാട് മൂപ്പിക്കാതെ ഇട്ടപ്പോൾ അങ്ങ് പച്ച കടിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നല്ലതുപോലൊന്ന് എണ്ണയ്ക്കകത്ത് കിടന്നൊന്ന് നോക്കണമെന്ന്. അത് കടിച്ച് കഴിക്കുമ്പോൾ ഒരു സ്വാദാണ്. മൂത്തിട്ടുണ്ട്. ഈ പരുവത്തിൽ അത് നോക്കണം. എല്ലാം ഒന്ന് കോരിയെടുക്കാം. അതെല്ലാം ഞാൻ കോരിയെടുത്ത് ഈ പരുവത്തിലാണ് എടുക്കേണ്ടത്. ഇനി നമുക്ക് കുറച്ച് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് കുറുക്കിയെടുക്കാം. ശർക്കര ഉരുക്കി വെച്ചിരുന്നത് ഞാൻ അരിച്ച് വീണ്ടും ഈ ചീനിച്ചട്ടിയിലോട്ട് വെച്ച് ഇനി ഇതൊന്ന് തിളച്ചൊന്ന് കുറുകിയിട്ടേ നമുക്ക് അവലും മറ്റുള്ള സാധനങ്ങളും ഇടാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് കുറുകണം. ശർക്കര എല്ലാം കുറുകിയിട്ടുണ്ട്. ഉണ്ട്, ഈ പരുവത്തിന് വേണം കുറുകാൻ. ഒരുപാട് അങ്ങ് കട്ടിയായി പോരുത്. അതിനകത്തോട്ട് ഞാൻ തേങ്ങ വന്നിട്ട് കൊടുക്കും. തേങ്ങയും ശർക്കരയും എല്ലാം കൂടെ അതിനകത്തൊന്ന് കിടന്ന് ഒന്ന് വേവട്ടെ. തേങ്ങായും ശർക്കര എല്ലാം കൂടെ സെറ്റായിട്ടുണ്ട്. നമുക്ക് കുറേശ്ശെ അവൽ ഇട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കണം, എന്നിട്ടേ അടുത്തത് ഇടാവുള്ളൂ, അല്ലെങ്കിൽ കട്ട പിടിച്ച് കൂടിപ്പോകും. തീ കുറച്ച് വെക്കാവുള്ളൂ. അവലെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ശകലം ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന പരിപ്പൂടെ ഇട്ട് കൊടുക്കാം. ശകലം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. നെയ്യും ഏലക്കാപ്പൊടിയും ഒക്കെ ഇച്ചിരി ഏറെ ചേർക്കുമ്പം അത്രയും ടേസ്റ്റ് ഇതിന് കിട്ടും. ഇത് നമുക്കൊന്ന് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം. നമ്മുടെ അവൽ വിളയിച്ചതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് 4 മണിയാകുമ്പോൾ ഇച്ചിരി ചായ അനത്തി തേയില ഇച്ചിരി ആയിട്ട് കൊടുക്കാനൊക്കെ പറ്റും. നമുക്കും ഇച്ചിരി കഴിക്കാം. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണം. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ എത്താൻ നോക്കാം. ബായ്. അങ്ങനെ അവിടെ നമ്മുടെ അവലെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ പരുവത്തിൽ. ഇതെല്ലാം ഇച്ചിരി ഏലക്കാപ്പൊടിയും ഇച്ചിരി നെയ്യും ഒക്കെ കൂടെ ഇച്ചിരി ഏറെ ഒഴിക്കാമെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇത് 4 മണിയാകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചായ അനത്തി ഇച്ചിരി എടുത്തു വെച്ച് കൊടുത്താൽ അവർക്ക് തൃപ്തിയാകും. നമുക്കും വേണമെങ്കിൽ ശകലം കഴിക്കുക.
അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണേ, മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാൻ നോക്കാം. ബൈ.